ഗൈസ് ഞങ്ങൾ ഷോപ്പിംഗ് പോവാണ് ഗൈസ്. ഹായ് ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എരഞ്ഞിപ്പാലത്തുള്ള സൂര്യ സിൽക്സിലോട്ട്. നമ്മൾ മെറ്റേണിറ്റി ഡ്രസ്സ്, വളകാപ്പ് സാധനങ്ങൾ എല്ലാം വാങ്ങാൻ പോവുകയാണ്. ഒന്ന് മയക്കി ഇതൊക്കെ കുറച്ച് ഫാൻസി ഐറ്റംസ്. നമുക്കൊരു മന്തിയും കൂടിയും കഴിക്കണം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അപ്പം അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബസ്സിനാട്ടോ പോകുന്നത് എരഞ്ഞിപ്പാലത്തുള്ള സൂര്യയിലോട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചായയും ഉപ്പുമാവും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബസ് കയറി ഇവിടെ എത്തിയിട്ട് വിശന്നപ്പോൾ ഞാനൊരു മാംഗോ ജ്യൂസും അമ്മ ലൈമും പിന്നെ 2 പപ്സും ആയിട്ടൊക്കെ കഴിച്ച് അത് കഴിച്ചു. നേരെ നമ്മൾ സൂര്യയിലോട്ട് പോയി. സൂര്യ സിൽക്സ് ഇത് പുതിയത് ഓപ്പൺ ആയതാട്ടോ. അവിടെ ആദ്യത്തേത് അരയെടുത്ത് പാലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ സൂര്യ വന്നിട്ടുള്ളത് എരണിപ്പാലം ജംഗ്ഷനിൽ നിന്ന് മലാപ്പറമ്പിലോട്ടുള്ള റോഡിൽ റൈറ്റ് സൈഡിലാട്ടോ. സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ കാണാം. അപ്പം നമ്മൾ നേരെ ബസ്സിൽ തന്നെ മെറ്റേണിറ്റി ഡ്രസ്സാട്ടോ നോക്കാൻ പോകുന്നത്. ഈ ലിഫ്റ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? എന്ത് രസമല്ലേ? പിന്നെ ലൊക്കത്തിന് വരുന്ന ഏതാ വേണ്ടത്? ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് സിമ്പിളുള്ള ഫിൽ ടോപ്സ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നമുക്ക് പാൻറ് എടുത്തു. ടോപ്സിന് ഇടാൻ പറ്റുന്ന കുറച്ച് പാൻറ് എടുത്തു. പിന്നെ ഈ ഒരു മിറർ, ഒരു കണ്ണാടി എവിടെ കണ്ടാലും ഫോട്ടോയിലെയും വീഡിയോ എടുക്കാനുള്ള എടുത്തരാം. അത് എനിക്ക് അപ്പോഴും പണ്ടേ കൂടുതലായതുകൊണ്ട് കണ്ണാടി കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ എടുത്തത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഇത് സാരി, വളകാപ്പിന് ഇടാനുള്ള സാരി നോക്കാൻ കേട്ടോ. മഞ്ഞയും പച്ചയും കളറ് ആദ്യം ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയും പച്ചയായിരിക്കുന്നു. മഞ്ഞയും പച്ചയിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പുതിയ സൂര്യയിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. സാരി മാത്രമല്ല, എല്ലാ ഡ്രസ്സിനും കുറേ കളക്ഷൻസ് ഉണ്ട്. ടോപ്പാണെങ്കിലും ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും നൈറ്റീസ് ആണെങ്കിലും സാരി ആണെങ്കിലും എല്ലാത്തിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അത്രയും കളക്ഷൻസ് ഇവരെ ഓൺലൈൻ പേജിലും ഉണ്ട് കേട്ടോ. സൂര്യ സിൽക്സിൻ്റെ ഓൺലൈൻ പേജിൽ നോക്കിയാലും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 2 സാരി നോക്കി. 2 എണ്ണം വെച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാട്ടോ ചെയ്തേ. ഇനി നെക്സ്റ്റ് അമ്മേൻ്റെ സാരിയിലേക്ക് കേട്ടോ. അമ്മക്ക് വേണ്ടിയിട്ടുള്ള സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റായത് അങ്ങനത്തെ ഒരു കളർ ഈ ഒരു കളറ് സ്ട്രൈറ്റ് കളറ്. പിന്നെ നമുക്ക് ഒരു കോഫി തന്നിട്ടോ. ചൂടുള്ള കോഫി തന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ ഷോപ്പിംഗ് പെട്ടെന്ന് അമ്മേൻ്റെ ഷോപ്പിംഗ് ഇതുവരെ കഴിയുന്നില്ല. ഈ പച്ചാറ്റില്ലല്ലോ. ഡാർക്ക് കളർ അതിനെ എടുത്ത് പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓഫായിട്ടുള്ള കളർ അവിടെ ഇരുന്ന് ഗൈസ്. ഇതുകൊണ്ടിട്ടാ ഇത് നല്ലത്. നിന്റെ മഞ്ഞേൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കുകയും ചെയ്യാം അല്ലേ? ഇത് നോക്കുണ്ണിമായി ഏതെടുക്കണം? ഇത് ഫിക്സ് ചെയ്താൽ ഇനി വേറെ സൂര്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ ഡിസൈനും വർക്കൊക്കെ കേട്ടോ. ഇത് ഭംഗിയില്ല ചെയ്ത് നോക്കിയേ, രസമല്ലേ? മേലെ ആണെങ്കിലും സൈഡിലുള്ള മിറേഴ്സ് ആണെങ്കിലെല്ലാം
അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടുത്തെ ലിഫ്റ്റ്. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് നൈറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ട് 2-3 നൈറ്റീസ് ഹോസ്പിറ്റലിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ല വീതിയൊക്കെ ഉണ്ട്. കളറ് വെള്ളയാണ് നല്ലത്. പിന്നെ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ബട്ടൺ വരുന്ന കോളറും ബട്ടണും ഹാഫ് കൈയും വരുന്ന ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലിടാൻ പറ്റിയ ടീഷർട്ടും പാൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. സിബ് വരുന്ന ഇവിടുത്തെ സൂര്യയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് സാരീൻ്റെ ബ്ലൗസിനുള്ള ലൈനിങ് എടുക്കാം. പച്ചയല്ലേ ബ്ലൗസ് വരും, അപ്പോഴത്തേക്ക് വരും. ബ്ലൗസിൻ്റെ ലൈനിങ് എടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ടാങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ടാങ്ക് കളിക്കത്. പിന്നെ നമ്മൾ നേരെ പോയത് മല്ലുമുണ്ടിൻ്റെ സെക്ഷനിലോട്ടാണ്. അങ്ങനെ മല്ലുമുണ്ട് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കണ്ടാട്ടോ മറ്റേ കേരള സാരിയില്ലേ പ്രിൻ്റ് വരുന്ന ശ്രീകൃഷ്ണൻ്റെ ഒക്കെ പ്രിൻ്റ് വരുന്ന ഗോൾഡൻ കറിയും അതേപോലെ തന്നെ സിൽവറിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞ് നേരെ ബില്ലിങ്ങിലോട്ട് വന്നു. ബില്ലിങ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ അവിടുത്തെ താഴത്തെ ഒരു ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ സൂര്യയുടെ. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മറ്റേ ഈ ബില്ലിമേലെ റിസീവ്ഡ് എന്ന് പറഞ്ഞ പ്രസ് രണ്ടിലടിക്കണം. 4 കവറുണ്ട് ഗൈസ്. ഇനി എങ്ങോട്ടാ? ഫുഡ് കഴിക്കും. സമയം എത്രയായി? സമയം ഏകദേശം 1:52, 2 മണിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് മെഹ്റബ് മന്തിയിലോട്ടാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഫുള്ളായിരുന്നു. അവിടെ വെയിറ്റിങ്ങിലിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു, മന്തി കഴിച്ചു കേട്ടോ. മന്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ അവർ ഒരു സൂപ്പാട്ടോ തന്നത്. സൂപ്പും പിന്നെ വെജിറ്റബിൾസും. അത് കഴിഞ്ഞത് അവിടെ മറ്റേ പച്ച ചട്നിയും തക്കാളി ചട്നിയും പിന്നെ സാധാരണ നോർമലി മയോണൈസ് ആണല്ലോ ഉണ്ടാവാറ്. ഇവിടെ തൈരാട്ടോ ഉണ്ടായിരുന്നു, യോഗോട്ട് പോലത്തെ തൈരും വന്ന്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ ചേട്ടൻ മന്തി റൈസ് കൊണ്ടിട്ട് എന്താണ് ചൂടിൽ ആറി വെക്കുന്നത്. ഈ സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരുമാതിരി ഒരു ജീരകത്തിൻ്റെ ഒക്കെ ചോയിലായിരുന്നു. എനിക്ക് ഈ ടൈമിൽ കഴിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കൊരു പിടിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സൂപ്പ്. എന്തായാലും അമ്മ കുടിച്ചിട്ടോ, നമുക്ക് നല്ല ഇഷ്ടം. അപ്പം ഞാൻ കക്കിരി സാലഡിൽ കുത്തി കഴിച്ചു. അപ്പോഴത്തേക്ക് അവർ ആ ചേട്ടൻ റൈസ് കൊണ്ട് തന്നിട്ടോ. റൈസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസും ചിക്കനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഇനി ബസ് വരെ വീട്ടിലോട്ട് വീട്ടിലെത്തി. ഈ സമയം 3:45. അങ്ങനെ അമ്മ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിട്ട്. പിന്നെ നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് നമ്മൾ ഫാൻസി ഐറ്റംസ് വാങ്ങാൻ പോയിരുന്നത്. അത് നമ്മൾ കുറച്ച് കുപ്പിവളകളും പിന്നെ പൊട്ട് ക്ലിപ്പ് അങ്ങനത്തെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ പാടില്ലാന്ന്. വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നമ്മൾ ഓർഡർ ചെയ്താട്ടോ ഓൺലൈൻ വഴി. ഈ ഒരു പെയിൻറ്റും ഗമ്മും ബ്രഷുകളൊക്കെ നമ്മൾ അന്നത്തെ ഡെക്കറേഷൻ വർക്ക്സിന് വേണ്ടി വാങ്ങിച്ചാട്ടോ. അപ്പോൾ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ചാ.